മലയാളത്തിൽ അന്വേഷണാത്മക പാരിസ്ഥിതിക പത്രപ്രവർത്തനത്തിന്റെ തുടക്കം കുറിച്ച പരമ്പരകളിലൊന്നാണ് കേരള കൗമുദിയിൽ പ്രസിദ്ധീകരിച്ച കാട്ടുകള്ളന്മാർ. സഹ്യപർവ്വത നിരകളിലെ വനം കൊള്ളയെപ്പറ്റി നടന്ന അന്വേഷണമായിരുന്നു അത്. വാർത്തയുടെ പേരിൽ ഭരണകൂട സമ്മർദ്ദങ്ങൾക്കൊടുവിൽ കേരള കൗമുദിയുടെ ചീഫ് എഡിറ്റർക്ക് തന്റെ സ്ഥാനമൊഴിയേണ്ടി വന്നു. മലയാള മാധ്യമ ചരിത്രത്തിലെ ആദ്യ സംഭവം. ആ ചീഫ് എഡിറ്ററുടെ പേരാണ് എം.എസ്. മണി. കേരള കൗമുദിയുടെ ഡൽഹി ലേഖകനായാണ് എം.എസ്. മണി പത്രപ്രവർത്തന ജീവിതം ആരംഭിക്കുന്നത്. 1962 ചൈനീസ് യുദ്ധം അദ്ദേഹം അസമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. പരിക്കേറ്റ സൈനികരെ ഏറ്റുവാങ്ങാൻ ബോംധിലയിലെത്തിയ റെഡ് ക്രോസ് സംഘത്തിനൊപ്പവും അദ്ദേഹമുണ്ടായിരുന്നു. AKGയോടൊപ്പം വടക്കേന്ത്യൻ ഗ്രാമങ്ങളിൽ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു. തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുമെന്ന വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് എം.എസ്. മണിയാണ്. CV കുഞ്ഞിരാമനും പത്രാധിപർ സുകുമാരനും പകർന്നു നൽകിയ നിർഭയത്വത്തിന്റെയും ആർജവത്തിന്റെയും പാരമ്പര്യം തന്റെ മാധ്യമ ജീവിതത്തിലുടനീളം എം.എസ്. മണി നിലനിർത്തി. പുറത്തു പോകേണ്ടി വന്ന ലേഖകർക്കൊപ്പം എം.എസ്. മണി അന്നുതന്നെ മറ്റൊരു വാരികയ്ക്ക് രൂപം കൊടുത്തു. ഒരു കാലഘട്ടത്തിലെ മലയാള സാഹിത്യത്തിന്റെ അടയാളമായി മാറിയ കലാകൗമുദി. രണ്ടാമൂഴവും ശേഷക്രിയയും പരിണാമവുമൊക്കെ മലയാളികൾ കലാകൗമുദിയിലൂടെ വായിച്ചു. കടമനിട്ടയുടെയും ചുള്ളിക്കാടിന്റെയും കവിതകളും OV വിജയന്റെ കാർട്ടൂണും M കൃഷ്ണൻ നായരുടെ സാഹിത്യവാരഫലവും മലയാളി സർഗജീവിതത്തിന്റെ ഭാഗമായി മാറി. കലാകൗമുദി, കഥാ മാഗസിൻ, ഫിലിം മാഗസിൻ, ട്രയൽ വാരിക എന്നിവയിലൂടെ ലിറ്റററി ജേർണലിസത്തിൽ എം.എസ്. മണി നടത്തിയ പരീക്ഷണങ്ങൾ വ്യത്യസ്തമായിരുന്നു. തിരുവനന്തപുരത്ത് ഇടതു പിന്തുണയോടെ മത്സരിച്ച VK കൃഷ്ണമേനോന്റെ വിജയത്തിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായും ഓൾ ഇന്ത്യ ന്യൂസ് പേപ്പർ എഡിറ്റേഴ്സ് കോൺഫറൻസ് അംഗമായും പ്രവർത്തിച്ചു. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ രൂപീകരണത്തിലും എം.എസ്. മണി വലിയ പങ്കുവഹിച്ചു. സപ്തതി മംഗളാശംസയിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ള അദ്ദേഹത്തെ അക്ഷരപ്രഭു എന്നാണ് വിശേഷിപ്പിച്ചത്. മലയാള മാധ്യമ ചരിത്രത്തിലെ എം.എസ്. മണിയുടെ സംഭാവനകൾ മാനിച്ച് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം നൽകി ആദരിക്കുന്നു.